ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ കുക്കറിൽ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 4 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ 4 കപ്പാണ് റൈസ്. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഒരു ചിക്കൻ നന്നായിട്ട് കഴുകി 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ്റെ സ്കിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ ആയാലും മതി. അപ്പോൾ ഇത് 2-3 പീസായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഒരു കുക്കർ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു പീസ് പട്ട ഇടാം, 2 ബേ ലീഫ്, 4 ഏലക്ക, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഞാനൊരു ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളക്കണം. ഇപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളമാണ് വേണ്ടത്. ഇനി കുക്കർ അടക്കാം. ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വന്നു കഴിഞ്ഞ് ഓഫ് ചെയ്യാം. കറക്റ്റ് 2 വിസിലിന് ഓഫ് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ ചിക്കന് കൂടുതലായിട്ട് കുക്കായി പോവും. ഇപ്പോൾ കറക്റ്റ് 2 വിസിൽ വന്നു. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇതിൻ്റെ എയറൊക്കെ പോയിട്ട് വേണം തുറക്കാൻ. അടുത്തത് ഇനി അരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. അരി നന്നായിട്ട് വിട്ട് വരും. അതുവരെ ഒന്ന് വറുത്തെടുക്കാം. അരി ഇപ്പോൾ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറക്കാം. ഇപ്പോൾ കറക്റ്റ് വേവാണ്. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കൻ ഒന്ന് എടുത്ത് മാറ്റാം. അടുത്തത് ഇനി അരി വേവിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം ഒന്ന് അളന്നെടുക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള വെള്ളം ചേർക്കാൻ. അപ്പോൾ ഇത് ഞാൻ അളന്ന് നോക്കിയപ്പോൾ 4 കപ്പ് വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം കൂടി ചേർക്കണം. മൊത്തത്തിൽ 4 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ 8 കപ്പ് വെള്ളം വേണം വേവാൻ. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ വെന്ത വെള്ളം ബാലൻസ് ഉള്ളത് കറക്റ്റ് അളന്നിട്ട് വേണം ബാക്കിയുള്ള വെള്ളം ചേർക്കാൻ. അപ്പോൾ അരി എടുത്തതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായി, അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഒരു പഴുത്ത തക്കാളി നന്നായിട്ട് അടിച്ചെടുത്തതാണ്. ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അടിച്ചത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും. സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് മുഴുവനായിട്ട് ഇട്ടാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കണം. വെള്ളം തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇടാം. അരി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടച്ചു കൊടുക്കാം. ഇനി ഒരു വിസിൽ കഴിഞ്ഞ് 2ാമത്തെ വിസിൽ വരണതിൻ്റെ തൊട്ട് മുമ്പ് ഓഫ് ചെയ്യണം. 2ാമത്തെ വിസിൽ വരാൻ പാടില്ല. 2ാമത്തെ വിസിലിന് തൊട്ട് മുമ്പ് ഓഫ് ചെയ്യണം.
അല്ലെങ്കിൽ അരി നന്നായിട്ട് വെന്തു പോവും. ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ പീസ് വെച്ച് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചോറ് ഞാൻ രണ്ടാമത്തെ വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഓഫ് ചെയ്ത് ഇപ്പോൾ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറക്കാം. റൈസ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റ് വേവാണിത്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ശരിയാവും. ഇനി ഇതിൻ്റെ മേലെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഒരു പീസ് ചാർക്കോൾ കനലാക്കി എടുത്തിട്ടുണ്ട്. അത് ഈ അലൂമിനിയം ഫോയിലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അലൂമിനിയം ഫോയിൽ തന്നെ വേണമെന്നില്ല, സ്റ്റീലിൻ്റെ ചെറിയ ബൗളിലായാലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ കുക്കർ അടച്ചു കൊടുക്കണം. കുറച്ച് നേരം അടച്ചു വെക്കാം. ആ പുകയൊക്കെ നന്നായിട്ട് ചോറിലൊക്കെ പിടിക്കും. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഈ ചാർക്കോൾ എടുത്ത് മാറ്റാം. ചാർക്കോളിന് പകരമായിട്ട് ഒരു പീസ് ചിരട്ട നന്നായിട്ട് കനലാക്കിയിട്ട് വെച്ചാലും മതി. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ് കുക്കറിൽ ഉണ്ടാക്കാൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ.